1980 ആദ്യ കാലങ്ങളിലാണ് എനിക്ക് ആ വർഷങ്ങളിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മോണാക്ടിൻ്റെ വിജയമായിരുന്നു. അങ്ങനെ മൊഹമ്മ എന്ന സ്ഥലത്ത് അന്ന് യൂണിവേഴ്സിറ്റി വിന്നേഴ്സിനെ പലയിടത്തും പെർഫോമൻസിന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മൊഹമ്മയിലൊരു തിയേറ്ററിൽ അവിടുത്തെ ഒരു കലാസംഘടനയുടെ ഒരു പരിപാടിക്ക് ഞാൻ എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണനും കൂടെ പെർഫോം ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അന്നൊരു കോയിൻസിഡൻസ് ഇപ്പോൾ നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ അത് അങ്ങനെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. അതായത് അന്ന് അവർ കണ്ടമാനം ടിക്കറ്റൊക്കെ വിറ്റിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോയ്ക്കിടെ അതുപോലെ നടത്താനായിട്ട് അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോയെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സംഘാടകരുടെ റിക്വസ്റ്റ് വരെ ഞങ്ങൾ വീണ്ടും രണ്ടാമതൊരു ഷോ നടത്തേണ്ടി വന്നു. അതായിരുന്നു ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ രസമുള്ളൊരു കാര്യമാണ്. അതിൽ രണ്ടാമത്തെ ഷോ തുടങ്ങുമ്പോഴാണ് അന്ന് നവോദയയിലുണ്ടായിരുന്ന മാത്യു പോൾ, അദ്ദേഹം മുഹമ്മക്കാരന്. അദ്ദേഹം ജിജുവായിട്ടുള്ള അന്നത്തെ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിറങ്ങുമ്പോഴാണ് ഇത് രണ്ടാമതിങ്ങനെ ഈ ഷോ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഈ പെർഫോമൻസ് കാണുകയുണ്ടായി. കണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അന്ന് കിടന്ന് ഉറങ്ങിയത്. പക്ഷേ ഞാനും അദ്ദേഹം തമ്മിൽ നേരിട്ട് കാണാൻ സാധിച്ചില്ല അന്ന്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ശ്രീ നവോദയ അപ്പച്ചൻ പപ്പ എന്ന് വിളിക്കുന്ന അദ്ദേഹം എന്നെ ഫോൺ ചെയ്യുന്നു വീട്ടിലേക്ക്. ഇന്നലെ മുഹമ്മയിൽ പെർഫോമൻസ് നടത്തിയ നിങ്ങളാണോ? അതെ. ഉടൻ തന്നെ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം നവോദയ അങ്ങനെ ഒരു ഫിലിം കമ്പനിയിൽ നിന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം ഞാൻ അതിനു മുമ്പ് തന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനായിട്ട് ഡിറക്ഷൻ കോഴ്സ് പഠിക്കാനായിട്ട് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തതാണ്. നാച്ചുറലായിട്ട് അന്ന് ഫാമിലിയുടെ ഒരു എതിർപ്പ് കാരണം, പേരൻസിൻ്റെ എതിർപ്പ് കാരണം അന്ന് പോയില്ല. അപ്പോൾ BSc കഴിഞ്ഞിട്ടെങ്കിലും അതിന് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നവോദയ പോലൊരു പ്രസ്ഥാനം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അന്നും വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നിട്ടും ഞാനും എൻ്റെ ഈ സുഹൃത്തും കൂടെ അന്ന് ആലപ്പുഴ പോകുമായിരുന്നു. ആലപ്പുഴ ചെന്ന് ആദ്യമായിട്ട് ജിജോയെ പരിചയപ്പെടുന്നു. ജിജോയുടെ ബ്രദർ ജോസ് ഉണ്ട്, മാത്യു പോളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം ജിജോ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഇങ്ങനത്തെ ഓരോ പെർഫോമൻസിനുള്ള സാധനങ്ങൾ എഴുതുകയാണോ, സ്ക്രിപ്റ്റ് പോലെ എഴുതുമോ, എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ സാറിന് അങ്ങനെ എഴുതാറില്ല, സ്പോണ്ടേനിയസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറുകയാണ് പതിവ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വണ്ടിക്കൂലി തന്ന് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നൊരു 6 മാസത്തോളം ഒരു ഭയങ്കര സൈലൻസ് ആയിരുന്നു. 6 മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ നവോദയയിലേക്ക് വിളിച്ചിട്ട് എന്നോടൊരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റേജിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു കാരണവശാലും ആക്ടറാവാൻ താല്പര്യമില്ല. അപ്പോൾ ജിജോ വീണ്ടും ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ്? എൻ്റെ ഒരു ഫിസിക്കൽ അക്കംപ്ലിഷ്ഡ് ആക്ടർ ആവാനായിട്ട്, ചിലപ്പോൾ വേണമെങ്കിൽ 1-2 റോളുകൾ ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു അക്കംപ്ലിഷ്ഡ് ആക്ടർ ആവാനായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ എനിക്കില്ല. പക്ഷെ മറിച്ച് സിനിമയെക്കുറിച്ച് പഠിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കിട്ടിയൊരു ചാൻസ് അത് ജിജോ എടുത്ത് അവതരിപ്പിച്ചു. അന്നും തിരിച്ചു വിട്ടു. അങ്ങനെ 82 ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തു. ഡിസംബർ 17 SBTയിൽ കോട്ടയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഡിസംബർ 17 ഞാൻ ജോയിൻ ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ അപ്പച്ചൻ സാറിന്ന് ബാങ്കിൽ വിളിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു, ജോലി ഇന്ന് ജോയിൻ ചെയ്തു എന്നറിഞ്ഞു, സന്തോഷം. പക്ഷെ നാളെ തന്നെ പുറപ്പെട്ട് ആലപ്പുഴയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കിൽ അന്ന് പ്രൊബേഷൻ പീരീഡാണ്, ലീവ് ഇല്ല. പക്ഷെ അവിടെ ഒരു നല്ലൊരു ഭാഗ്യം എന്ന് പറയുന്നത്, അന്ന് അവിടുത്തെ മാനേജർ സാഹിത്യകാരനായി ഇരിക്കുന്ന സേതു സാറായിരുന്നു ചീഫ് മാനേജർ. അപ്പോൾ ഞാൻ സേതു സാറിൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ, അദ്ദേഹത്തെ നേരത്തെ പരിചയമുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അഭിപ്രായം ഇങ്ങനെ നവോദയ എന്ന് വിളിച്ചിട്ടുണ്ട്, എനിക്ക് നാളെ ഒന്ന് പോയാൽ കൊള്ളാം, അതിനെന്താണ് മാർഗം എന്ന്. അപ്പം പുള്ളി പറഞ്ഞു, ബാങ്കിലെ മാനേജർ എന്നുള്ള എനിക്ക് ഒരു മാർഗവും ഉപദേശിക്കാനില്ല, പക്ഷേ അല്ലാതെ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രാജീവിൻ്റെ താല്പര്യം എന്താണോ അത് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമാണ്. അത് ബാങ്കാണോ സിനിമയാണോ തീരുമാനിക്കുന്ന ഒരു മോമെൻറ്റിൽ അത് വളരെ പേഴ്സണലായിട്ടൊരു ഡിസിഷനാണ്. രാജീവിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണെന്ന് മാത്രം ഞാൻ പറയും എന്ന് പറഞ്ഞു. അത് ഇൻഡയറക്റ്റ്ലി ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള തരത്തിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ ബാങ്കിൽ പോയില്ല, ഞാൻ നേരെ നവോദയയിലേക്ക് പോകുന്നു. അപ്പോൾ ക്രിസ്മസ് സമയമായിരുന്നു. അങ്ങനെ ക്രിസ്മസ് വരെ ഏതാണ്ട് ഞാൻ അവിടെ തന്നെ ആലപ്പുഴ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉദയ സ്റ്റുഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഒരു കണ്ണാടി തരുന്നു. അവിടുത്തെ തിയേറ്ററിലേക്ക് കയറുന്നു. ഈ കണ്ണാടി വെച്ചിട്ട് കുറച്ച് ക്ലിപ്പിങ് എന്നെ കാണിക്കുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതം പോലെ ഈ 3D, നമ്മളന്ന് 3D കണ്ടിട്ടില്ല. ഈ ഹോളിവുഡിലുണ്ടായിരുന്ന പഴയ ചില 3D സിനിമകളുടെ
കുറച്ച് ക്ലിപ്പിങ്സ് പുള്ളി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ആൾക്കാർ ടെക്നീഷ്യൻസിനെ കാണിക്കാനായിട്ട് അത് ഞാൻ അത്ഭുതത്തോടെ ഇരുന്ന് ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ അതാണ് സിനിമയിലേക്കുള്ള തുടക്കം.